ഇനി ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു ബ്രിക്ക് മേസൺറി പില്ലേഴ്സ് ആൻഡ് വാൾസ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ബ്രിക്ക് മേസൺറി പില്ലേഴ്സിൻ്റെയും വാൾസിൻ്റെയും ഡിസൈനാണ്. പിന്നെ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, അത് ഞാൻ നോട്ട്സ് ഞാൻ പിന്നീട് തരാം. ഇപ്പോൾ നമ്മൾ ഡിസൈനിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ആവശ്യമായിട്ടുള്ള നോട്ട്സ് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ അതിൻ്റെ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. മേസൺട്രി ആൻഡ് ടിമ്പർ എന്നൊരു PDF ഉണ്ട്. അതുകൂടാതെ നമ്മുടെ IS കോഡ് 1905, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 2 ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതായത് പേജ് നമ്പർ 18. അതിൽ ഡിസൈൻ ഓഫ് ബ്രിക്ക് മേസൺട്രി പില്ലേഴ്സ് ആൻഡ് വാൾസ്. അതിൽ ജനറലായിട്ട് പറയുന്നതൊന്നുമില്ല, നമുക്ക് IS 1905 യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ IS കോഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് IS 1905. ഇറ്റ് ഈസ് ദി കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ സ്ട്രക്ചറൽ യൂസ് ഓഫ് അൺറീഇൻഫോഴ്സ്ഡ് മേസൺട്രി. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യാത്ത മേസൺട്രി സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് IS 1905. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ട്സിലേക്ക് വരാം. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ബ്രിക്ക് പില്ലർ ആൻഡ് ബ്രിക്ക് വാളാണ്. അപ്പം പില്ലേഴ്സും വാൾസും എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? ഒരു ബ്രിക്ക് പില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്ക് മേസൺട്രി യൂസ് ചെയ്ത്, അതായത് നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോളം അല്ലെങ്കിൽ ഒരു തൂണിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രിക്ക് പില്ലർ എന്ന് പറയുന്നത്. ഇപ്പം തൽക്കാലം അത് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാവും. ഓക്കെ, അതുപോലെ ബ്രിക്ക് വാൾ, നമ്മൾ സാധാരണ മേസൺട്രി സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന വാൾസാണ് ബ്രിക്ക് വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് വാൾസ് നമുക്ക് ലോഡ് ബെയറിംഗ് വാൾസ് എന്നും നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസൊക്കെ ഞാൻ കുറച്ച് പിന്നീട് ഞാൻ നോട്ട്സ് തരാം. ഇപ്പം നമുക്ക് ഡിസൈനിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയാനുള്ളത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ബ്രിക്ക് പില്ലർ ആൻഡ് വാൾ. ഓക്കെ, ആദ്യം ഒരു ബ്രിക്ക് പില്ലറിലേക്ക് നമുക്ക് നോക്കാം. W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് പ്രോഡക്റ്റ് ഓഫ് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഞാൻ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം നമ്മൾ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെസ്? ഇറ്റ് ഈസ് ലോഡ് ബൈ ഏരിയയാണ് സ്ട്രെസ് എന്ന് നമുക്കറിയാം, അല്ലേ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ആക്ട് ചെയ്യുന്ന ലോഡിനെ ആ ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ലോഡ്? ലോഡ് എന്തായിരിക്കും? ലോഡ് വിൽ ബി ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? വാല്യൂ ഓഫ് ലോഡ് വിൽ ബി ഈക്വൽ ടു ദി പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇവിടെ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ഒരു പില്ലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്ക്വയർ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻസ് ലെറ്റ് ഇറ്റ് ബി ബി ഇൻറ്റു ബി, ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ബി സ്ക്വയർ ആയിരിക്കും നമ്മുടെ അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. അതുപോലെ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് L, ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്തുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി പെർമിസിബിൾ സ്ട്രെസ് അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെങ്ത് എന്നും നമ്മൾ പറയാറുണ്ട്. പെർമിസിബിൾ സ്ട്രെങ്ത് ഇൻറ്റു ദാറ്റ് ഏരിയ. അടുത്തത് ഒരു ബ്രിക്ക് വാളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വോളെന്ന് പറയുമ്പോഴത്തേക്കും ലെങ്ത് വൈസ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അത് ചിലപ്പോൾ ലെങ്ത് വൈസ് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ എത്ര വേണമെങ്കിലും നമുക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വോൾ ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് പെർ മീറ്റർ ലെങ്ത്. ഒരു മീറ്റർ ലെങ്തിന് വേണ്ടി 1 മീറ്റർ ലെങ്തിന് വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ വോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി W എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് W വിൽ ബി ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിന് വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. സോ ദ വാല്യൂ വിൽ ബി പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുമ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ 1 മീറ്റർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ലെങ്തിന് പകരം നമ്മൾ 1 കൊടുക്കും. സോ the value will be permissible stress into 1 into breadth.
ഇതിപ്പം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, ഡിസൈനിനകത്ത് നമുക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വന്നോളൂ. അപ്പം തൽക്കാലം ഇത്രയും എന്താണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, ഒരു ബ്രിക്ക് പില്ലറിൻ്റെയും ബ്രിക്ക് വോളിൻ്റെയും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. പോകുന്നതിന് തൊട്ട് മുമ്പ് 1-2 കാര്യങ്ങളൂടെ മനസ്സിലാക്കാറുണ്ട്. ഈ FP എന്ന് പറയുന്ന പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പ്രോഡക്റ്റ് ഓഫ്, ഇതെന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വാല്യൂ ആയിരിക്കും. എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആയിരിക്കും പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ബേസിക് പെർമിസിബിൾ സ്ട്രെസ്, പിന്നെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ടർ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ KS, ഏരിയ റിഡക്ഷൻ ഫാക്ടർ KA ആൻഡ് ഷേപ്പ് റിഡക്ഷൻ ഫാക്ടർ KP. അപ്പം ഈ 3 ഫാക്ടേഴ്സിൻ്റെ കൂടി പ്രോഡക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദി വാല്യൂ ഓഫ് ബേസിക് പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എപ്പോഴും പെർമിസിബിൾ സ്ട്രെസ് വാല്യൂ. ഈ വാല്യൂസ് എല്ലാം, ഈ 4 വാല്യൂസ് 1, 2, 3, 4, ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ IS കോഡിൽ നിന്നായിരിക്കും. IS 1905 നിന്നായിരിക്കും നമുക്ക് ഈ 4 വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലാക്കുക. ഈ 4 വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോഡിനകത്ത് നിന്നായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് താഴോട്ട് തന്നിരിക്കുന്നത്. ബേസിക് കംപ്രസീവ് സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, KS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, KA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, KP, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ടൈമിൽ ഇത് നമുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ടൈപ്പ് ഓഫ് മോട്ടർ? എന്താണ് മോട്ടർ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്താണ് മോട്ടർ? മോട്ടാർ എന്ന് പറയുന്നത്, സിമെൻറ്റ് മോട്ടാർ എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, പഴയ കാലത്ത് നമ്മൾ ലൈം മോട്ടോർ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത് സിമെൻറ്റ് മോട്ടോറാണ് യൂസ് ചെയ്യുന്നത്. സിമെൻറ്റ് മോട്ടാർ എന്ന് പറയുമ്പോഴത്തേക്കും സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും കൂടി ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലുള്ള ഒരു മിക്സ് ആയിരിക്കും സിമെൻറ്റ് മോട്ടാർ. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബ്രിക്സിനിടയിൽ ബോണ്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്രിക്സ് തമ്മിൽ ചേർത്ത് വെച്ച് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാർ എന്ന് പറയുന്നത് 1:4 പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ 1:6 പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യാറുണ്ട്. നോർമലി വോൾസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്, ബ്രിക്ക് മേസൺട്രി വോൾസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1:6ഉം പില്ലേഴ്സിന് യൂസ് ചെയ്യുന്നത് 1:4 ആണ്. എന്താണ് 1:6ഉം 1:4ഉം? 1 പ്രൊപ്പോർഷൻ സിമെൻറ്റും 4 പ്രൊപ്പോർഷൻ സാൻഡും, അല്ലെങ്കിൽ 1 പ്രൊപ്പോർഷൻ സിമെൻറ്റും 6 പ്രൊപ്പോർഷൻ സാൻഡും. എന്തായാലും ആദ്യം കിടക്കുന്നത് സിമെൻറ്റിനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത് കിടക്കുന്നത് സാൻഡിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഒരു ചെറിയൊരു സംശയമാണ്. 1:6 എന്ന് പറയുന്നതാണോ 1:4 എന്ന് പറയുന്നതാണോ റിച്ച് മിക്സ്? റിച്ച് എന്ന് പറയുന്നത് എന്താണ്? സിമെൻറ്റ് കണ്ടൻറ്റ് കൂടിയതാണ് എപ്പോഴും നമ്മൾ റിച്ച് മിക്സ് എന്ന് പറയുന്നത്. 1:6 1:4 സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളത്? ഓക്കെ, അതിൽ 1:4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 kg സിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 kg സാൻഡാണ് വരുന്നത്. ഇവിടെ 1 kg സിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 kg സാൻഡ്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ സാൻഡിന് വരുമ്പോഴത്തേക്കും സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഏതിനാണ്? 1:4 ആണ് സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് 1:4 മിക്സ് ഈസ് റിച്ചർ ദാൻ 1:6 മിക്സ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പില്ലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റിച്ച് മിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എഫക്റ്റീവ് സ്ട്രെങ്ത്, എഫക്റ്റീവ് ഹൈറ്റ്, എഫക്റ്റീവ് ലെങ്ത്, പിന്നെ സ്ലെൻഡർനെസ് റേഷ്യോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് 2 കാര്യങ്ങളൂടെയുണ്ട്. ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്. ബ്രിക്കിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അക്കോർഡിംഗ് ടു IS 1077 നമ്മൾ യൂസ് ചെയ്യുന്ന കോഡല്ല, ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ 1077 ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് മോഡുലാർ ബ്രിക്കും ഉണ്ട്, നോൺ മോഡുലാർ അല്ലെങ്കിൽ കൺവെൻഷണൽ ബ്രിക്കും ഉണ്ട്. അപ്പം മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 200 by 100 by 100 millimeter. ഇതിൽ 200 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക്, 100 ഇസ് ദി വിഡ്ത്ത് ഓഫ് ദ ബ്രിക്ക് ആൻഡ് 100 ഇസ് ദി ഹൈറ്റ് ഓഫ് ദ ബ്രിക്ക്. അപ്പോൾ മോഡുലാർ ബ്രിക്കിൻ്റെ ഡയമെൻഷൻ 200 millimeter by 100 millimeter by 100 millimeter. ഇനി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 10 Newton/mm² അല്ലെങ്കിൽ 10 MPa അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സിമിലർലി
നോൺ മോഡുലാർ ബ്രിക്ക് അല്ലെങ്കിൽ കൺവെൻഷണൽ ബ്രിക്ക് എന്ന് പറയും. അവിടെ കൺവെൻഷണൽ ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്തും അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത്, അത് ഞാൻ സൈസ് പറയാം, 230/115, അതായത് ലെങ്തിൻ്റെ പകുതിയായിരിക്കും വിഡ്ത്ത്. അത് ഈ രണ്ട് കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ലെങ്ത് എത്രയാണോ അതിൻ്റെ പകുതിയാണ് വിഡ്ത്ത്. ഇവിടെയും 230യുടെ പകുതി 115 ആണ് അതിൻ്റെ വിഡ്ത്ത്. ഇവിടുത്തെ ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 75 mm ആണ്. ഓക്കെ, അപ്പം 230 mm ലെങ്ത്, 115 mm വിഡ്ത്ത് ആൻഡ് 75 mm ഡെപ്ത്. അതാണ് നോൺ മോഡുലാർ ബ്രിക്ക്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡുലാർ ബ്രിക്കിൻ്റെത് 10 Nm/mm ആണെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ചില കേസിൽ നമ്മൾ 5 Nm/mm, ചില കേസിൽ അത് 7.5 Nm/mm ആയിരിക്കും അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ബ്രിക്ക് പില്ലറിൻ്റെ ഡിസൈനാണ്. ഡിസൈന് ബ്രിക്ക് പില്ലർ യൂസിങ് കൺവെൻഷണൽ, അതായത് നോൺ മോഡുലാർ ബ്രിക്സ് ടു ക്യാരി ആൻ ആക്സിൽ ലോഡ് ഓഫ് 60 kN ഫ്രം എ റൂഫ് കൺസിസ്റ്റിംഗ് ഓഫ് RCC ബീംസ് ആൻഡ് സ്ലാബ്സ്. ദ ഹൈറ്റ് ഓഫ് ദി ബ്രിക്ക് പില്ലർ ഈസ് 4 meter. ഓക്കെ, അപ്പം ഇവിടെ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പില്ലറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് റൂഫ് ലെവൽ വരെയുള്ള ഹൈറ്റാണ് 4 meter തന്നിരിക്കുന്നത്. ഈ പില്ലർ ക്യാരി ചെയ്യേണ്ട കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 kN ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ റൂഫ് കൺസിസ്റ്റിംഗ് ഓഫ് RCC ബീംസ് ആൻഡ് സ്ലാബ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇത് എന്താണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അത് മനസ്സിലാക്കുക. ഒരു പില്ലർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ വേണ്ടത് എന്താണ്, അതിൻ്റെ ഡയമെൻഷൻസ് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനതൊരു പിക്ചർ ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഒരു ബ്രിക്ക് പില്ലറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഹൈറ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ്? ദി ഹൈറ്റ് ഓഫ് ദി ബ്രിക്ക് പില്ലർ ഈസ് 4 meters. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഷുഡ് ക്യാരി ആൻ ആക്സിൽ ലോഡ് ഓഫ് 60 kN. 60 kN ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു പില്ലറായിരിക്കണം. അതായത് ഈ ഒരു ബ്രിക്ക് പില്ലറിൽ ടോട്ടലായിട്ട് ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് എന്ന് പറയുന്നത് 60 kN ആണ്. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഒരു ബ്രിക്ക് പില്ലറിൻ്റെ ഈ ഒരു ഡയമെൻഷൻ ഞാൻ ലെങ്തായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ലെങ്ത്. ഓക്കെ,
ഇതതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രിക്ക് പില്ലറിൻ്റെ ഒരു സൈഡിലെ ലെങ്തും ഇത് വിഡ്ത്തും. ഇത് നമുക്ക് ഒരു സ്ക്വയർ പില്ലർ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഒരു സ്ക്വയർ പില്ലർ ആണെങ്കിൽ ലെങ്തും വിഡ്ത്തും സെയിം ആയിരിക്കും. അപ്പം ഒരു സ്ക്വയർ പില്ലർ ആണെങ്കിൽ ലെങ്തും വിഡ്ത്തും സെയിം ആയിരിക്കും, നമുക്ക് വിഡ്ത്തിൻ്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ദ ലോഡ് ബെയറിംഗ് ബ്രിക്ക് പില്ലർ ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ സിമെൻറ്റ് മോട്ടർ 1:4. എപ്പോഴും നമ്മൾ പില്ലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പം സിമെൻറ്റ് മോട്ടർ യൂസ് ചെയ്യുന്നത് 1:4 സിമെൻറ്റ് മോട്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിമെൻറ്റും 4 സാൻഡും, ആ ഒരു പ്രൊപ്പോർഷനായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് കൺവെൻഷണൽ ബ്രിക്ക് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ. കൺവെൻഷണൽ ബ്രിക്കിൻ്റെ സൈസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് 230/115/75. ദാറ്റ് മീൻസ് കൺവെൻഷണൽ ബ്രിക്ക് 230/115/75 യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബ്രിക്ക് പില്ലർ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7.5 ആണ്. നമുക്ക് 2 വാല്യൂസ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം 7.5 യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ് സേഫ് ആക്സിയൽ ലോഡ് ഓൺ ദി പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി പില്ലർ. ആ ഒരു ഇക്വേഷൻ നമ്മളവിടെ ഓർത്ത് വെച്ചിരിക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ സ്ലെൻഡർനെസ് റേഷ്യോ? ഒരു ബ്രിക്ക് പില്ലറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. സ്ലെൻഡർനെസ് റേഷ്യോ അത് വോൾസിലും പില്ലേഴ്സിലും രണ്ടും രണ്ടാണ്. ഇവിടെ പില്ലർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി എഫക്റ്റീവ് ഹൈറ്റ് ടു ദി എഫക്റ്റീവ് തിക്നെസ്. അത് നമ്മൾ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഡയറക്ഷൻസ് ഉണ്ട്, ലെങ്തും ഉണ്ട് വിഡ്ത്തും ഉണ്ട്. അതായത് എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡ് ബൈ ഒന്നുകിൽ ലെങ്ത് അതല്ലെങ്കിൽ തിക്നെസ്, അതായിരിക്കും അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ബ്രിക്ക് പില്ലറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതിൽ കൂടാൻ പാടില്ല. ബ്രിക്ക് പില്ലറിൻ്റെ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ ഷുഡ് ബി 12. ഓക്കെ, അപ്പം നോക്കിയേ, സ്ലെൻഡർനെസ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു എഫക്റ്റീവ് ഹൈറ്റ് ബൈ എഫക്റ്റീവ് തിക്നെസ്. ഈ ഒരു കേസിൽ ഞാൻ തിക്നെസ് വളരെ ചെറിയ വാല്യൂ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് എടുക്കുന്നത്. അപ്പം എഫക്റ്റീവ് ഹൈറ്റ് ബൈ എഫക്റ്റീവ് തിക്നെസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 12. ഇനി നോക്കിയേ, ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് പില്ലറിൻ്റെ കേസിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു എഫക്റ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ടേബിൾ നമ്പർ 4-നകത്തുണ്ട്. അത് നമ്മൾ IS കോഡ് 1905 ടേബിൾ നമ്പർ 4. ഇതാണ് ടേബിൾ നമ്പർ 4. ടേബിൾ 4-ൽ വോളിൻ്റെയും പില്ലേഴ്സിൻ്റെയും എഫക്റ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതനുസരിച്ച് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതിനകത്ത് വോളിൻ്റെയും കോളത്തിൻ്റെയും രണ്ടിൻ്റെയും എഫക്റ്റീവ് ഹൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫാണ് കോളത്തിനെ കുറിച്ച് പറയുന്നത്. ഇൻ കേസ് ഓഫ് എ കോളം എഫക്റ്റീവ് ഹൈറ്റ് ഷാൽ ബി ടേക്കൺ ആസ് ആക്ച്വൽ ഹൈറ്റ് ഫോർ ദി direction laterally supported and as twice the height of the direction when it is not laterally supported. അപ്പം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാറ്ററലി സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ബീംസ് ഓർ സ്ലാബ്സ്. നമ്മൾ ഈ ഒരു പില്ലർ യൂസ് ചെയ്യുന്നത് ബീമിനെയോ സ്ലാബിനെയോ സപ്പോർട്ട് ചെയ്യാൻ, ഒരു കോൺക്രീറ്റ് ബീമിനെയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബിനെയോ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി ആക്ച്വൽ ഹൈറ്റ്. നമുക്ക് എത്രയാണ് ഹൈറ്റ് തന്നിരിക്കുന്നത്, എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇനി ഇൻ കേസ് ഈ ഒരു പില്ലർ യൂസ് ചെയ്യുന്നത് ഒരു ട്രസ്സിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ, ബീമിനോ സ്ലാബിനോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അതല്ല ഒരു ട്രസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്വൈസ് ദി ആക്ച്വൽ ഹൈറ്റ്.
നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് എത്രയാണോ, ഇപ്പം 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ, 4 മീറ്റർ ആണെങ്കിൽ 4 മീറ്റർ, അതിൻ്റെ ട്വൈസ് ആയിരിക്കും, ഇൻറ്റു 2 ആയിരിക്കും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. ഡിസൈൻ എ ബ്രിക്ക് പില്ലർ ഫോർ ക്യാരിങ് ആക്സിൽ ലോഡ് കൺസിസ്റ്റിംഗ് ഓഫ് RCC ബീംസ് ആൻഡ് സ്ലാബ്സ്. ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. RCC ബീംസും സ്ലാബ്സും ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും എഫക്റ്റീവ് ഹൈറ്റ്? എഫക്റ്റീവ് ഹൈറ്റ് വിൽ ബി സെയിം. നമ്മൾ തന്നിരിക്കുന്ന ഹൈറ്റ് 4 മീറ്റർ ആണെങ്കിൽ സെയിം വാല്യൂ നമ്മൾ എടുത്താൽ മതി. അതല്ല ട്രസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് ഹൈറ്റ് വിൽ ബി 4 × 2, നമ്മൾ 8 മീറ്റർ അടിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ബീംസും സ്ലാബും ആയതുകൊണ്ട് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ. സോ സ്ലെൻഡർനെസ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു എഫക്റ്റീവ് ഹൈറ്റ് ബൈ തിക്നെസ്. സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് 12 കൂടാൻ പാടില്ല. സോ നോക്കിയേ, ദി എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡ് ബൈ സ്ലെൻഡർനെസ് റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് ഓഫ് ദി കോളം കിട്ടും. അതായത് നമ്മുടെ ഈ ഒരു ബ്രിക്ക് പില്ലറിൻ്റെ വിഡ്ത്ത് നമുക്ക് അറിയാം. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ, ദാറ്റ് ഈസ് 4000 മില്ലിമീറ്റർ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? അത് എഫക്റ്റീവ് ഹൈറ്റ് ബൈ തിക്നെസ്, അല്ലെങ്കിൽ ഞാൻ വിഡ്ത്ത് എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് അറിയാവുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ 12 ആണെന്നറിയാം, ഹൈറ്റിൻ്റെ വാല്യൂ അറിയാം. ഇതിൽ നിന്ന് നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിച്ചൂടെ? വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് വിഡ്ത്ത്? വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു ഹൈറ്റ് ബൈ സ്ലെൻഡർനെസ്. ഇവിടെ 12 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 333.33 മില്ലിമീറ്റർ നമുക്ക് വിഡ്ത്ത് എന്ന് കിട്ടും. അതായത് ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണ് കിട്ടിയത്? ഈ ഒരു വിഡ്ത്ത് 333 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്രിക്കിനെ ആദ്യം ഒന്ന് എടുക്കുക. 230/115/75. ഓക്കെ, ഞാൻ ഒരു ബ്രിക്കിൻ്റെ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതൊരു ബ്രിക്കിൻ്റെ പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുകളിൽ നോക്കുമ്പോഴത്തേക്കും ലെങ്ത് ഏതാണ്? ഇതാണ് ലെങ്ത്, 230 മില്ലിമീറ്റർ ലെങ്ത്. ഓക്കെ, അതുപോലെ വിഡ്ത്ത് എത്രയാണ്? 115 മില്ലിമീറ്റർ വിഡ്ത്ത്. ഓക്കെ, ഇത് നമ്മൾ പ്ലാനായിട്ട് നമ്മൾ മുകളിൽ നിന്നൊരു ബ്രിക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 75. അത് നമുക്ക് കാണാൻ പറ്റില്ല, ഹൈറ്റ് മുകളിൽ നിന്ന് താഴോട്ടാണ് 75. ഹൈറ്റിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് ലെങ്തും വിഡ്ത്തും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ബ്രിക്ക് മേസൺറി വാൾസും പില്ലേഴ്സും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കോമൺ ടേമാണ് 1 ബ്രിക്ക് തിക്ക് വാൾ, അല്ലെങ്കിൽ 1 ബ്രിക്ക് തിക്ക് പില്ലർ, 1.5 ബ്രിക്ക് തിക്ക് പില്ലർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ 1 ബ്രിക്ക്? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുക. 1 ബ്രിക്ക് തിക്ക് പില്ലർ. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയും 1.5 ബ്രിക്ക് തിക്ക് പില്ലർ. ഇതുപോലെ തന്നെയാണ് നമ്മൾ വോൾസും പറയുന്നത്. പില്ലറും വോൾസും നമ്മൾ 1 ബ്രിക്ക് എന്ന് പറയും, 1.5 ബ്രിക്ക് എന്ന് പറയും. ഓക്കെ, എന്താണ് ഈ 1 ബ്രിക്കും 1.5 ബ്രിക്കും? അപ്പം ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് മിനിമം നമുക്ക് 1 ബ്രിക്ക് തിക്ക് പില്ലറെങ്കിലും വേണം. 1 ബ്രിക്ക് തിക്ക് പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലറിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മേസൺറി ബ്രിക്കിൻ്റെ ലെങ്ത് ആയിരിക്കും. അതായത് ഞാനൊരു 1 ബ്രിക്ക് തിക്ക് പില്ലർ വരയ്ക്കാം.
ഇങ്ങനെ രണ്ട് കട്ട ഞാൻ ചേർത്ത് വെച്ചാൽ, രണ്ട് ബ്രിക്സ് ഞാൻ എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 230 എന്നാണ്. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 115 + 115, അതും 230 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 230 വരും, അതുപോലെ ഇവിടെ നമുക്ക് 230 വരും. അപ്പം ഈ ഒരു ബ്രിക്കിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ല ഈ ഒരു പില്ലറിന് നമ്മൾ പറയുന്ന പേരാണ് 1 brick thick പില്ലർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ബ്രിക്കിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും, 230ക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് 1 brick thick പില്ലർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? 230 ലെങ്ത് ഉള്ള ബ്രിക്കല്ലേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കിട്ടിയ ഡയമെൻഷൻ എത്രയാണ്? 333 നമുക്ക് കിട്ടിയ ഡയമെൻഷൻ. അപ്പോൾ 330 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്രിക്ക് എടുത്ത് കുറേ ചെത്തിക്കളയേണ്ടി വരും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിയേ, 333.33 എന്ന് പറഞ്ഞു. അപ്പം 230ൻ്റെ കൂടെ ഒരു ബ്രിക്ക് എടുത്ത് കുറച്ച് ചെത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക്. പക്ഷെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ വോൾസ് അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി മൾട്ടിപ്പിൾസ് ഓഫ് എ ഹാഫ് ബ്രിക്ക്. ഒരു പകുതി ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു 1.5 ബ്രിക്ക് തിക്ക് പില്ലർ ഞാൻ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഒരു ബ്രിക്ക് എടുത്ത് ഇവിടെ വെച്ചു. നമുക്കറിയാം 1.5 ബ്രിക്ക് തിക്ക് പില്ലർ എന്ന് പറയുമ്പം 230ഉം അതിൻ്റെ പകുതിയും എത്രയായിരിക്കും? അത് 115. അതായത് 230, 115, 345 വരണം. സോ ഞാൻ അടുത്ത ബ്രിക്ക് എടുത്ത് എങ്ങനെയായിരിക്കും വയ്ക്കുന്നത്? ഇങ്ങനെ വെച്ചു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ആദ്യം ഒരു ബ്രിക്ക് ഞാൻ ഇങ്ങനെ വെച്ചു, അടുത്ത ബ്രിക്ക് ഇങ്ങനെ വെച്ചു. അപ്പോൾ എന്തായി? ഇവിടെ 230 + 115, 345 ആയി. പക്ഷേ ഇവിടെ 1 ബ്രിക്ക് ആയുള്ളൂ, അപ്പോൾ 230 ആയുള്ളൂ. അപ്പോൾ ഇനി ഒരു ബ്രിക്ക് എനിക്ക് എങ്ങനെ വയ്ക്കാം? ഇങ്ങനെ വെച്ചു. സോ ഇവിടെയും കറക്റ്റായി. അടുത്ത ബ്രിക്കോ? ഇങ്ങനെ വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 230ഉം 115ഉം എത്രയാണ്? 345. ഈ സൈഡ് നോക്കിയാലോ? 345. നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ എല്ലാം നമ്മൾ ബ്രിക്സ് വെച്ചു. പക്ഷേ നമ്മൾ സെൻറ്ററിലൊരു ഹാഫ് ബ്രിക്കിൻ്റെ പോർഷൻ ഒരു ഹോളോ പോർഷനായിട്ടാണ് നടക്കുന്നത് അല്ലേ? ചില കേസസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ ലോഡ്സ് ഒന്നും താങ്ങേണ്ടാത്ത കേസുകൾ വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഹോളോ ആയിട്ട് തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. എന്നാൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ നമ്മളിവിടെ ഒരു കട്ടയുടെ പകുതി, ഒരു ബ്രിക്കിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കും. അതിന് നമ്മൾ പറയുന്ന പേര് ഹാഫ് ബ്രിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഹാഫ് ബാറ്റ് എന്ന് പറയും. ഓക്കെ, ഹാഫ് ബാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഹാഫ് ബ്രിക്ക് വെട്ടി വയ്ക്കുന്നതിന് പറയുന്ന പേര് ഹാഫ് ബാറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ 1.5 ബ്രിക്ക് തിക്ക് പില്ലർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? ഒരു ബ്രിക്ക് ഇവിടെ, അടുത്ത ബ്രിക്ക് ഇവിടെ, അടുത്ത ബ്രിക്ക്, ഇങ്ങനെയായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1.5 ബ്രിക്ക് തിക്ക് പില്ലറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 345/345 ആയിരിക്കും. ഇത് ഞാൻ സ്ക്വയർ പില്ലറിൻ്റെ കേസിലാണ് ഞാനിങ്ങനെ പറയുന്നത്. ചില കേസസിൽ ഇവിടെ 345 വരും, ഇവിടെ 230യുടെ മൾട്ടിപ്പിൾസ് വരും. അപ്പം 230 മൾട്ടിപ്പിൾസ് ആകുമ്പോൾ ഇവിടെ ഒരു ലെങ്ത് എത്ര ആയിരിക്കും വരുന്നത്? ഇവിടെ 345. ഇനി ഇവിടെ നമ്മൾ ബ്രിക്ക് പറക്കി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 230 + 230 460 വരും. അങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പില്ലറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം 333 വന്നാലും നമ്മളെപ്പോഴും ഹാഫ് ബ്രിക്കിൻ്റെ മൾട്ടിപ്പിൾ സെറ്റായിരിക്കും ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നത്. സോ 230 + 115 345 നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4000/12 ആണ് നമുക്ക് ഇത്രയും കിട്ടിയത്. അപ്പം ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ദ വിഡ്ത്ത് പ്രൊവൈഡ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിഡ്ത്ത്. അപ്പം 4000/345 11.59 ആയിരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ. ഓക്കെ, ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെങ്ത് FP കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ ഇനിയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ IS കോഡിൻ്റെ ആവശ്യം വരുന്നത്. IS കോഡിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ടേബിൾസ് എന്ന് പറയുന്നത് ടേബിൾ നമ്പർ 4. അതെന്തിനാണ് നമുക്ക് മനസ്സിലായി. നമുക്ക് എഫക്റ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ടേബിൾ നമ്പർ 4 നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വോൾ ഡിസൈൻ വരുമ്പം അതിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇനി നമ്മൾ ടേബിൾ നമ്പർ 1 പോവാം. ഓക്കെ, ടേബിൾ നമ്പർ 1 ഇവിടെ നോക്കാൻ നമുക്കറിയാം മിക്സ് പ്രൊപ്പോർഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് മോട്ടാർ. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സ് പ്രൊപ്പോർഷൻ അനുസരിച്ച് നമ്മുടെ മോട്ടാറിൻ്റെ ഗ്രേഡിനൊരു പേരുണ്ട്. അതുകൂടാതെ അതിൻ്റെ സ്ട്രെങ്തിനൊരു വാല്യൂ ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? സിമെൻറ്റ് മോട്ടാർ 1:4 കംപ്രസീവ് സ്ട്രെങ്ത് 7.5 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1:4 ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ നമുക്കറിയാം ബ്രിക്ക് പില്ലർ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ 1:4 ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 7.5 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കോഡിൽ നോക്കുക 7.5 വേണം മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ 28 days 7.5. ഓക്കെ, സിമെൻറ്റിൻ്റെ വാല്യൂ 1ഉം സാൻഡിൻ്റെത് 4 ആണ്. ഇവിടെ ലൈം പസലോണ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം അത് കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ കേസിൽ നമ്മൾ അതൊന്നും നോക്കണ്ട. ജസ്റ്റ് സിമെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നും സാൻഡിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നും മാത്രം ചെക്ക് ചെയ്യുക. 7.5 സിമെൻറ്റ് 1 സാൻഡ് 4 അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ പറയുന്ന പേര് H2 എന്നാണ്. സോ ഗ്രേഡ് ഓഫ് മോട്ടാർ H2 എന്നാണ്. അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക, H2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ടേബിൾ നമ്പർ 8 പോവുകയാണ്. നോക്കുക, what is the ratio of width to depth? ബ്രിക്കിൻ്റെതാണ്. ബ്രിക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ്? ഒരു സെക്കൻഡ്, തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ കറസ്പോണ്ടിങ് ടു ഹൈറ്റ് ടു വിഡ്ത്ത് ആണ്. ഓക്കെ, ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ നോട്ട് എക്സീഡിങ് 0.75. ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ തിരിച്ചാണ്. 110/75 അല്ല, 75 divided by 110 ആണ്. ഇത് 0.65 which is less than 0.75. അപ്പം ആ ടേബിളിൽ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ 0.75 താഴെയാണ്. ക്രഷിംഗ് സ്ട്രെങ്ത് 7.5 Nm/mm². നമുക്കറിയാം ഈ വാല്യൂസ് 3.5, 5, 7.5 ഇതാണ് ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂസ്. നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? 7.5. അപ്പോൾ ഈ ഒരു കോളമാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ ഗ്രേഡ് മോട്ടാറിൻ്റെ ഗ്രേഡിൻ്റെ പേരെന്താണ്? H2. അപ്പോൾ H2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പം 7.5 ഇക്വലൻ്റ് ഏതാണ്? 0.74. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് 0.74 ആണ്. എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായല്ലോ? 7.5ന് കറസ്പോണ്ടിങ് നോക്കുക, H2ന് കറസ്പോണ്ടിങ് നോക്കുക, 0.74. 0.74 Nm/mm². ഇപ്പം ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ കിട്ടി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് KS. KS എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ, KS. അതിന് നമ്മുടെ തൊട്ടടുത്ത ടേബിൾ നമ്പർ 9, സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ ആൻഡ് എക്സെൻട്രിസിറ്റി. ഇവിടെ നമുക്കറിയാം നമ്മളിവിടെ ഈ ഒരു കോളത്തിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് നേരെ സെൻട്രലാണ്. 60 kN ലോഡ് ആക്ട് ചെയ്യുന്നത് നേരെ സെൻട്രലാണ്. കോളത്തിൻ്റെ നടുക്കൂടെ തന്നെയാണ്. എക്സെൻട്രിസിറ്റി ഇല്ല. എക്സെൻട്രിസിറ്റി വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ്
നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇവിടെ സെൻറ്റർ, അതായത് ആക്സിസിൽ കൂടി, ആ കോളത്തിൻ്റെ ആക്സിസിൽ കൂടി തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് എക്സെൻട്രിസിറ്റി വാല്യൂ ഇല്ല. സോ എക്സെൻട്രിസിറ്റി വിൽ ബി 0. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സെൻട്രിസിറ്റി 0 എന്ന് പറയുന്നത് ഈ ഒരു കോളമാണ്. ഈ ഒരു കോളത്തിൽ എക്സെൻട്രിസിറ്റി 0 ആണ്. ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ നമുക്കറിയാം. നമ്മൾ ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 11.59. പക്ഷേ നമുക്ക് ഈ ടേബിളിൽ അങ്ങനത്തെ വാല്യൂ ഉണ്ടോ? ഇല്ല. 10 കഴിഞ്ഞാൽ പിന്നെ 12 ആണുള്ളത്. അപ്പം 11.59 എന്ന് പറയുന്നത് 10നും 12നും ഇടയിലാണ്. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്ക് കറസ്പോണ്ടിങ് വരുമ്പോൾ 10ന് കറസ്പോണ്ടിങ് 0.89ഉം ഓക്കെ നോക്കിയേ, 10ന് കറസ്പോണ്ടിങ് വാല്യൂ 0.89ഉം 12ന് കറസ്പോണ്ടിങ് വാല്യൂ 0.84 ആണ്. നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ 11.59 ആണ്. അപ്പം ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. സോ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.84നും 0.89നും ഇടയിലായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പം അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ വരച്ച് കാണിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. 10ന് കറസ്പോണ്ടിങ് 0.89. ശ്രദ്ധിക്കുക, ഇവിടെ 10 ഞാൻ കൊടുത്തു, ഇവിടെ ഞാൻ 12 കൊടുത്തു, ടെന്നും 12ഉം. 10ൻ്റെ വാല്യൂ 0.89, 12ൻ്റെ വാല്യൂ 0.84. അതാണ് ഞാൻ ഈ ലൈൻ വരച്ചിരിക്കുന്നത്. 10ന് കറസ്പോണ്ടിങ് വാല്യൂ 0.89, 12ന് കറസ്പോണ്ടിങ് വാല്യൂ 0.84, 8984. നമുക്ക് വേണ്ടത് എവിടെയാണ്? ഞാൻ എന്താ ഈ ഒരു ലൈൻ കണക്ട് ചെയ്യാം. ഈ ഒരു ലൈൻ ഞാൻ കണക്ട് ചെയ്തു. 10 ഇവിടെയാണ്, 12 ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു എത്രയായിരിക്കും അത്? 11. 10നും 12നും ഇടയ്ക്ക് നമുക്ക് 11 ഉണ്ട്. 11.59. അപ്പോൾ നമുക്ക് ഏകദേശം എവിടെ വരും? ഈ ഒരു ഭാഗത്തായിട്ട് വരും നമുക്ക് 11.59 അല്ലേ? ഇവിടെ ഞാൻ ഇവിടുത്തെ വാല്യൂ ആണ് 11.59. ഓക്കെ, അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇത് 0.89, ഇത് 0.84. ഈ ഒരു ലൈൻ്റെ ഹൈറ്റാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായിരിക്കും നമുക്ക് എപ്പോഴും സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ കറസ്പോണ്ടിങ് ടു 11.59 വരുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഞാനിതാ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ ഇങ്ങോട്ട് അങ്ങ് ജോയിൻ ചെയ്തു. ഇതിൽ നിന്ന് നമുക്കറിയാം ഈ ഒരു വാല്യൂ 0.84 ആണ്. ഈ ഒരു വാല്യൂന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഏതാണ് എക്സ്? ഈ ഒരു ചെറിയ ഹൈറ്റ് ഞാൻ എക്സ് ആയിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ചെറിയ ഹൈറ്റിന് ഞാൻ എക്സ് കൊടുക്കുകയാണ്. സോ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 0.84 ആയിരിക്കും നമ്മുടെ ഈ ഒരു മൊത്തം ലൈനിൻ്റെ ഹൈറ്റ്. അതായിരിക്കും നമുക്ക് ആവശ്യമുള്ള വാല്യൂ. ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഷേപ്പ് ഫാക്ടർ ഫോർ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ഫോർ 11.59 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇത് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പണ്ട് മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ആക്ച്വലി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്നാലും നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയുകയാണ്.
സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതൊക്കെ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് ഞാൻ കാണിക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരുന്ന വലിയ ട്രയാങ്കിളും റെഡ് കളറിൽ കാണിച്ചിരുന്ന ചെറിയ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്കറിയാം. സോ ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് 0.84 ആയിരിക്കും നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാം സിമിലർ ട്രയാങ്കിൾസ്? ദീസ് ടു സൈഡ്സ് ആർ സിമിലർ. എക്സ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി സിമിലർ. സോ x ഡിവൈഡഡ് ബൈ ഈ ഒരു സൈഡ് എത്രയാണ് നമുക്കറിയാം. ടോട്ടൽ ഹൈറ്റ് 0.89ഉം ഈ ഒരു ഹൈറ്റ് 0.84. ഈ ഹൈറ്റ് അപ്പോൾ എത്ര വരും? 0.89 മൈനസ് 0.85. This will be equal to, വേറെ ഏതൊക്കെ രണ്ട് സൈഡ്സ് ആണ് സിമിലർ? ഈ ഒരു ചെറിയ സൈഡും ഈ ഒരു സൈഡും, അതായത് ഈ റെഡ് കളർ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ബ്ലൂ കളർ ട്രയാങ്കിളിൻ്റെ ഈ വലിയ സൈഡും സിമിലറാണ്. സോ ആ വാല്യൂ എന്തായിരിക്കും? ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 minus 11.59 divided by ഈ മൊത്തം സൈഡ് വലിയ സൈഡ് 12 minus 10, that is value will be 2. അപ്പം ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എക്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ്, എക്സ് ഡിവൈഡഡ് ബൈ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 0.89 minus 0.85. ദിസ് വിൽ ബി ഈക്വൽ ടു ഈ റെഡ് കളർ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡും ഈ വലിയ ബ്ലൂ കളർ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വലിയ സൈഡും സിമിലറാണ്. സോ ദാറ്റ് ഈസ് ചെറിയ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 12 minus 11.59 ഡിവൈഡ് ബൈ വലിയ സൈഡ് 12 minus 10, ദാറ്റ് ഈസ് 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് എക്സിൻ്റെ വാല്യൂ കിട്ടുകയെന്ന് നോക്കുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എക്സിൻ്റെ വാല്യൂ (12 minus 11.59 into 0.04 equal to divided by 2. 0.008 വരും. 0.84ൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0.00 അപ്രോക്സിമേറ്റ്ലി എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0.01 വരും. 0.01 വരും. അപ്രോക്സിമേറ്റ് ആണ് വാല്യൂ 0.01. 0.01ഉം 0.84, അതായത് നമുക്ക് വേണ്ട എന്താണ്? ഈ എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ടോട്ടൽ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് 0.84 പ്ലസ് 0.01, ദാറ്റ് ഈസ് വാല്യൂ വിൽ ബി, നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0.85 ആയിരിക്കും.
ദാറ്റ് മീൻസ് ഈ ഒരു വാല്യൂ. ഇതിവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ബോധറാവേണ്ട. അവർ വേറെ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, സിമിലർ ട്രയാങ്കിൾസ് തന്നെയാണ്, പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഏതായാലും ആ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പമെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. എങ്ങനെയായാലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർപോളേഷൻ വഴി നമുക്ക് കിട്ടുന്ന വാല്യൂ 0.85 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ റെക്കോർഡിംഗ് ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് 0.85 ആണ് നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ നമുക്ക് KS എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇനി അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ബേസിക് വാല്യൂ ആയി, സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറായി. ഇനി അടുത്ത നമുക്ക് ഏരിയ റിഡക്ഷൻ ഫാക്ടർ KA. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. KA will be equal to 0.7 plus 1.5 times A. എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി പില്ലറാണ്. ആക്ച്വലി നമുക്കിവിടെ A എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, നമ്മളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊരു അസംഷനാണ്. 0.7 പ്ലസ് 1.5 ടൈംസ് A എന്ന് പറയുന്ന ഒരു അസംഷനിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഇനി എപ്പോഴും ക്രോസ് സെക്ഷണൽ ഏരിയ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 0.2 സ്ക്വയർ മീറ്റർ താഴെ വരുന്ന കേസിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.3 വരും. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് KA വിൽ ബി ഈക്വൽ ടു 0.7 പ്ലസ് 0.3 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എക്ക് പകരം ഞാൻ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KA വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടും. സോ മാക്സിമം വാല്യൂ 0.2 ആണെങ്കിൽ KA വാല്യൂ 1. ഇനി മിനിമം വാല്യൂ ഏരിയ ഞാൻ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7 കിട്ടും. സോ നമുക്കിവിടെ ഏരിയ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏരിയ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നോക്കിയേ, മാക്സിമം വാല്യൂ വിൽ ബി 1 ആൻഡ് വെൻ ഇറ്റ് ഈസ് 0.2 ആൻഡ് മിനിമം വാല്യൂ വിൽ ബി 0.7. അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എപ്പോഴും KA ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. 1ൻ്റെയും 0.7ൻ്റെയും ആവറേജ്. സോ 1 പ്ലസ് 0.7 ഡിവൈഡ് ബൈ 2 0.85. ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയെന്ന് തോന്നുന്നു. KA വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ഏരിയ 0.2 ആണ്. 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. അതേപോലെ നമ്മൾ ഏരിയ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.7 ആണ്. അതിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും നമ്മളിവിടെ KA ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതൊരു ഫാക്ടറുണ്ട്, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. എന്താണ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ? KP. അതിന് നമുക്ക് അടുത്ത ഒരു ടേബിൾ ആവശ്യമുണ്ട്. നമ്മുടെ IS 1905 ടേബിൾ നമ്പർ 10, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. നോക്കിയേ, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഹാവിങ് ക്രഷിംഗ് സ്ട്രെങ്ത് ഇൻ ന്യൂട്ടൺ പെർ എം സ്ക്വയർ. 7.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്ത ക്രഷിംഗ് സ്ട്രെങ്ത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.65 ആണ്. അത് അപ് ടു 0.75 ആയതുകൊണ്ട് 7.5 ക്രഷിംഗ് സ്ട്രെങ്തുമായിട്ട് വരുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ദി സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 0.65 ആണ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ് ടു 0.75 ആണ്. അപ്പോൾ അതിന് നേരെ നോക്കുക, നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? 7.5. അതിന് നേരെ നോക്കുക. അപ്പം ഇത് നമ്മൾ വന്ന് മീറ്റ് ചെയ്യുന്ന വാല്യൂ 1 ആണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസുമായി ഏതാണ്? ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0.74, KS കണ്ടുപിടിച്ചു, KA കണ്ടുപിടിച്ചു, KP കണ്ടുപിടിച്ചു. നമ്മുടെ ഇക്വേഷൻ എന്താണ്? W വിൽ ബി ഈക്വൽ ടു ബേസിക് വാല്യൂ KA, KS, KP ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വിഡ്ത്ത് 345 നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത് മാത്രമാണ്. ലെങ്താണ് നമ്മൾ ഇവിടുത്തെ അൺനോൺ വാല്യൂ. ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. 60 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം ലോഡ് വിൽ ബി ഈക്വൽ ടു കംപ്രസീവ് സ്ട്രെങ്ത്. അത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബേസിക് ഇൻറ്റു 3 ഫാക്ടേഴ്സ്. അതാണ് നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് വാല്യൂ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി ലെങ്ത് ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 325.28 എന്ന് കിട്ടും. നമുക്കറിയാം, നമുക്ക് ഇപ്പം 1 ബ്രിക്ക് തിക്ക് വാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 230 മിനിമം വേണം. പക്ഷേ 230ക്ക് മുകളിലാണ്. ഇനി 1.5 ആകുമ്പോഴത്തേക്കും 230യും 115 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 345 വരും. അപ്പം നമുക്ക് ലെങ്തും 345 വന്നു. ദാറ്റ് മീൻസ്
we are using a brick pillar having 345 width and 345 length, that is a square brick pillar. Okay, so provide a brick pillar having value 345 by 345. ഇനി നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ കെ എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തതാണ്. നമ്മുടെ ഏരിയ റിഡക്ഷൻ ഫാക്ടർ കെ എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് ഏരിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പം നമുക്ക് ഏരിയ ആയി. എന്താണ്? 345 by 345 ആണ് നമ്മുടെ ഏരിയ. ഇത് ചെറിയ കറക്ഷനുണ്ട്. 3.345 ആണ്. 0.345 ഇൻറ്റു 0.345 നമുക്കൊരു വാല്യൂ കിട്ടി. അതെന്ന് പറയുന്നത് 0.2നെക്കാട്ടി ചെറുതാണ്. അത് നമ്മുടെ കെയുടെ ഇക്വേഷൻ 0.7 പ്ലസ് 1.5 ഇൻറ്റു ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.88 കിട്ടി. അത് വീണ്ടും നമ്മൾ നമ്മുടെ ബേസിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.74 ഇൻറ്റു 0.85 ഇൻറ്റു 0.88 ഇൻറ്റു 1 ഇൻറ്റു ഏരിയ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇൻ ന്യൂട്ടൺസിൽ നമുക്ക് കിട്ടും. കിലോമീറ്ററിനാക്കാൻ 1000 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 65.88 കിലോമീറ്ററിനാണ്. നമ്മുടെ മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഡ് എത്രയാണ് ഇവിടെ എടുക്കാൻ പറ്റുന്ന ലോഡ് 60 ആണ്. അപ്പം ഇവിടെ നമുക്കറിയാം 60 കിലോമീറ്ററിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ 65.88 കിലോമീറ്റർ വരെ ഈ ഒരു ബ്രിക്ക് പില്ലർ സേഫാണ്. 60ക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിലും 65.88 കിലോമീറ്റർ വരെ ലോഡ് ഈ ബ്രിക്ക് പില്ലർ എടുക്കും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ദി ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദിസ് പില്ലർ ഈസ് ഈക്വൽ ടു നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ 3 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ഏരിയ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇൻ ന്യൂട്ടൺ ആയിരിക്കും. അതിനെ കിലോമീറ്ററിനോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ 1000 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 65.88 കിലോമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ 60ന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തതെങ്കിലും ആക്ച്വലി 65.88 കിലോമീറ്റർ വരെ ഇത് സേഫാണ്. അപ്പം സോ ദി ഡിസൈൻ ഈസ് സേഫ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ സേഫായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ബ്രിക്ക് പില്ലറിൻ്റെ ഡിസൈൻ. ഇതൊന്ന് നോക്കുക. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്ത ഡിസൈൻ, ചെറിയൊരു മാറ്റമുള്ള ഡിസൈനാണ്. അടുത്ത ഡിസൈൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.